സർക്കാർ ഓഫീസിൽ രാത്രി അനധികൃത താമസം. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഡ്രൈവറുടെ അനധികൃത താമസം. ഇപ്പോൾ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പോലീസ് എത്തി പരിശോധന നടത്തുന്നത്? പ്രവിധ, ഇപ്പോഴാണ് തൃക്കാക്കരയിലെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ എത്തിയത്. ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഓഫീസിനുള്ളിൽ അനധികൃതമായി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പ്രദീപൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്, ഇവിടുത്തെ ഡ്രൈവറാണ് ഇദ്ദേഹം. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തിറങ്ങി വന്നത്. നേരത്തെ ഈ വാച്ചറിൻ്റെ അടുക്കൽ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ടായിരുന്നു, പോലീസുകാർ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഓഫീസിൻ്റെ അകത്ത് AC ഉൾപ്പെടെ ഇട്ടതെന്ന്. അതിന് മതിയായ ഒരു മറുപടി നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പോലീസുകാരും ഈ ഡ്രൈവറോട് ചോദിച്ചിട്ടുണ്ട് ഈ ഓഫീസിനുള്ളിൽ താമസിക്കാൻ നിയമപ്രകാരം കേരളത്തിൽ ഒരു വ്യവസായ കേന്ദ്രത്തിലും ഡ്രൈവർ രാത്രികാലങ്ങളിൽ താമസിക്കാറില്ല. അപ്പോൾ ഈ ഓഫീസിൻ്റെ അകത്ത് എങ്ങനെ കയറി താമസിച്ചു എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. അദ്ദേഹം ഇവിടെ വന്ന കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ കൗൺസിലർമാരെ ഉൾപ്പെടെ പേര് വിളിച്ച് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഇവിടെ നേരത്തെ നമ്മളിവിടെ കാണുമ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്നാണ് ഇറങ്ങി ഓടി ഇതിൻ്റെ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കയറുന്നത് നമ്മൾ കണ്ടത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടുത്തെ സ്ഥലം കൗൺസിലർ ഉൾപ്പെടെ വിളിച്ചുകൊണ്ട് പോകുന്നത്. സർക്കാർ ഓഫീസിനുള്ളിൽ അനധികൃതമായി താമസിക്കുന്നു എന്ന് മാത്രമല്ല, ഓഫീസറുടെ അനുമതിയില്ലാതെ ഇവിടെ വന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെ പറയുന്നത് അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഉൾപ്പെടെ അനുമതിയില്ലാതെ ഇവിടെ ഇതിൻ്റെ അകത്ത് താമസിക്കുകയും ആ AC ഉൾപ്പെടെ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടുമാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഏതായാലും ഈ സംവിധാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തിയിരിക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ ഓഫീസിൽ രാത്രിയിൽ അനധികൃത താമസം. എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രത്തിലാണ് ഡ്രൈവറുടെ അനധികൃതമായ താമസം. പ്രദീപ് എന്ന ഡ്രൈവറാണ് ഓഫീസ് സമയത്തിന് ശേഷവും ഓഫീസിനുള്ളിൽ കഴിയുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് പിന്നാലെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു. തുടർന്ന് നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ് എന്നാണ് ശ്യാംകുമാർ നൽകുന്ന വിവരം.